Do you know them? Yes, of course, I know them. ഇവരെ എനിക്കറിയാം. You know, Andy, I don't like them. Me too. എനിക്ക് ഇവരെ 3 പേരെ നന്നായിട്ട് അറിയാം. ഇവർ നിന്റെ ക്ലാസ്സിലായിരുന്നോ? എനിക്കത് അറിയില്ലായിരുന്നു. എനിക്കിവരെ ഇഷ്ടമല്ല. ഇവരെന്താ ഇവിടെ? ഇവിടെ നമ്മുടെ സ്കൂളാണോ? You know, my mom is the principal of this school. So, she is my mom's younger sister. ഇതെന്റെ അമ്മയുടെ അനിയത്തിയ. You know her? Her name is Maya, who loves always wear black dresses and black-minded girls. No, ഒന്നുമില്ല. ആൻറ്റി, നിങ്ങൾക്ക് എങ്ങനെ ഇവരെ അറിയാം? ആക്ച്വലി നമ്മുടെ എമി ബേബിന്റെ ബർത്ത്ഡേക്ക് ഞാൻ കപ്പ് കേക്ക്സ് ഓർഡർ ചെയ്തത് ഇവരുടെ വീട്ടിലായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ പ്രശ്നം ഉണ്ടാക്കിയെന്ന്? ഓ, അത് ഇവരുടെ ബേക്കറിയിലായിരുന്നോ? അതെ, എന്നോട് മമ്മി പറഞ്ഞിട്ടുണ്ട് ഇവരുടെ ബേക്കറിത്തൊക്കെ ഭയങ്കര ടേസ്റ്റിയാന്ന്. അതെങ്ങനെ? എൻ്റെ മമ്മിക്ക് നിങ്ങളെ വലിയ കാര്യമല്ലേ? ഓ, ചേച്ചിക്ക് ഇവരെ ഇഷ്ടമാണോ? ആക്ച്വലി ഐ ഡോണ്ട് ലൈക്ക് ദം. നിങ്ങൾക്ക് ഞങ്ങളെ ഇഷ്ടമല്ലെങ്കിൽ എനിക്ക് എന്തിനാ ഈ ഉടുപ്പ് ഗിഫ്റ്റ് ചെയ്തേ? ഞാൻ പോകുന്നു. അയ്യോ, ഇവൾ ചൊറിഞ്ഞ് നടക്കാൻ പോകുന്നേ ഈ സ്കൂളിൽ വെച്ചാണോ? അതൊക്കെ പിന്നെ എടുക്കാം. ഞാൻ സെർവന്റിന്റെ കയ്യിൽ കൊടുത്തേക്കാം. ഇപ്പൊ എനിക്ക് പെട്ടെന്ന് പോയേ പറ്റൂ. എല്ലാം ഇവരെ കൂടെ ഉണ്ടായതാ. അതൊന്നും എനിക്കറിയില്ല. എനിക്ക് നന്നായിട്ട് ചൊറിയുന്നുണ്ട്. അയ്യോ, നന്നായിട്ട് ചൊറിയുന്നേ. അതെന്താ? എനിക്കോട് വാഷ്റൂമിലേക്ക് വാ. എനിക്ക് ചൊറിയുന്നേ. അയ്യോ, ചൊറിയുന്നേ. അയ്യോ, അയ്യോ, ചൊറിഞ്ഞിട്ട് വയ്യേ. അയ്യോ, ചൊറിയുന്നേ. എന്താ ഉടുപ്പിടണേ? എനിക്ക് വേണ്ട. പാർക്കുട്ടി, ഈ ഉടുപ്പിട്ടാണ് ചൊറി വന്നത്. അറിയത്തില്ല. അയ്യോ, എനിക്ക് എവിടുന്നേലും ഒരു ഉടുപ്പ് പിടിച്ചാ ഞാൻ പോയി എടുത്തോണ്ടിരുന്നോ? ചാപ്പി പോയി എടുത്തുകൊണ്ടുവാ. അതുകൊണ്ടായിരിക്കും. ഇപ്പൊ വില കൂടെ ഉടുപ്പിട്ടാണോ? അതൊന്നും എനിക്കറിയില്ല. പാത്തു ചൊറിഞ്ഞിട്ട് വയ്യ. അയ്യോ, ഇവിടെ കാക്ക് ചൊറിഞ്ഞു പൊന്തിയിരിക്കുന്നു. സാരമില്ല പാറക്കുട്ടിയെ, നമുക്കൊക്കെ ശരിയാക്കാം. അവർ ചേച്ചിയുടെ സ്കൂളാണെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ. How they? Oh God, I can't guess even. They are my sister's school. ഇതിനെ കുറിച്ച് എങ്ങാനും ചേച്ചി പറഞ്ഞ ആകെ സീനാവും. I think I get lost myself. ഇതിനെ കുറിച്ച് ചേച്ചി അറിയാൻ പാടില്ല. അതിനെന്തോ ഒരു വഴി. ഇതിനെ കുറിച്ച് എങ്ങാനും ചേച്ചി അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഒരുപാട് വഴക്ക് പറയും. കുട്ടികൾക്ക് എന്തായാലും കാര്യം മനസ്സിലായിട്ടുണ്ടാവും. എന്തായാലും അവളിപ്പോ ചൊറിഞ്ഞ നാശമായിട്ടുണ്ടാവും. അവൾക്ക് മനസ്സിലായി കാണും അത് ഡ്രസ്സിന്റെ എഫക്റ്റ് തന്നെയാണെന്ന്. അവരെന്തായാലും അതെല്ലാവരോടും പറയുമല്ലോ. മായ, ചേച്ചി പോവാ? ചേച്ചി പോണ്ട. ഇന്ന് ആരെ പറയുന്നേ? എപ്പോഴും ജോലിക്ക് മുൻഗണന കൊടുക്കണമെന്ന് പറയണ എന്റെ മായ മോളോ? ആക്ച്വലി ചേച്ചി കുറച്ച് സമയമൊക്കെ ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്നത് പ്രശ്നമൊന്നുമില്ലല്ലോ ചേച്ചി. ഐ തിങ്ക് നമുക്കിന്ന് എം മോളുടെ കൂടെ അംഗനവാടി പോയാലോ? വാട്ട് ഹാപ്പൻ ടു യു മായ? നീ ഭയങ്കര ബ്രേവ് ആയിട്ടുള്ള ആളായിരുന്നല്ലോ, പെട്ടെന്ന് എന്താ ഇങ്ങനെയൊക്കെ? നീ ഇന്ന് പോകുന്നില്ലേ മായ? കമ്പനിയിലെ വേറെ ആരാ ഉള്ളത്? നീ പോകുന്നില്ലേ? ചേച്ചി ആക്ച്വലി ചേച്ചി എനിക്കിന്ന് കമ്പനി പോകാൻ ഒരു ഇൻട്രസ്റ്റ് ഇല്ല. You know, I'm so tired. This is so surprising. എൻ്റെ മായമോള് ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടോ? ആക്ച്വലി ഇന്ന് മാത്രം. എന്താന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര വർക്ക് ലോഡ് ഉണ്ട്, അതുകൊണ്ടാ. ജോലിക്ക് എപ്പോഴും മുൻഗണന കൊടുക്കണ എൻ്റെ മായമോള് എന്താ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നേ? എപ്പോഴും നീ പറയാറുണ്ടല്ലോ ജോബ് ഇസ് അവർ ഫസ്റ്റ് പ്രയോറിറ്റിന്ന്. പിന്നെ അതുമല്ല, നീ ഇത്രയും കാലമായിട്ട് കമ്പനിയിൽ നിന്ന് ഒരു ലീവ് എടുത്തിട്ട് ഞാൻ കണ്ടിട്ടേ ഇല്ല. ദിസ് ഇസ് സോ സർപ്രൈസിങ് ആൻഡ് മിറാക്കിൾ. ഐ തിങ്ക് ചേച്ചി പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ ആക്യുറേറ്റ് ആണ്. എനിക്ക് എല്ലാം ആക്യുറേറ്റ് ആയി നടക്കണം. നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി നമ്മുടെ ജോബിന് തന്നെ കൊടുക്കണം. പിന്നെ നമ്മുടെ ഹ്യൂമാനിറ്റിയെ നമ്മൾ മാറ്റി വെക്കണം. ദെൻ ബി എ ബ്രേവ് വിമൻ, നോട്ട് ലൈക്ക് എ വീക്ക്. ദാറ്റ്സ് ഓൾ മൈ promises to myself. ലവിനും ഹ്യൂമാനിറ്റിക്കും ഫ്രണ്ട്ഷിപ്പിനൊന്നും ഞാൻ തീരെ വാല്യൂ കൊടുക്കാറില്ല. ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. എൻ്റെ ലോകം എൻ്റെ ചേച്ചിയുടെ 2 മക്കൾ, ഇത്രയേ ഉള്ളൂ. ഇതിൽ ഒതുങ്ങിയിരിക്കുന്നു. ഐ ഡോണ്ട് ലൈക്ക് എനിവൺ. മോളെ, നീ എപ്പോഴും ഇങ്ങനെ ചിന്തിക്കരുത്. ചില നേരത്തേക്ക് നമുക്ക് മനുഷ്യത്വം ആവശ്യമാണ്, സ്നേഹം ആവശ്യമാണ്, സൗഹൃദങ്ങളും ആവശ്യമാണ്. നോ ചേച്ചി, എൻ്റെ ലൈഫിൽ നിന്ന് ലൈറ്റ് എന്നും ഞാൻ റിമൂവ് ചെയ്തതാ. എൻ്റെ ലൈഫ് എപ്പോഴും ഡാർക്കായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഐ ലവ് ടു ബി എ നെഗറ്റീവ് വൺ. ഓ മായ, നീ ഇങ്ങനെ മാറിയതിനു ശേഷം നമ്മുടെ ഫാമിലിയിൽ തന്നെ ഹാപ്പിനെസ് വളരെയധികം കുറവാ. ഐ ഡോണ്ട് ലൈക്ക് എനിവൺ എക്സെപ്റ്റ് യു ആൻഡ് യുവർ ഫാമിലി. അല്ല, ഇപ്പം ഞാനെന്താ വേണ്ടത്? ഞാൻ പോട്ടെ. ഞാൻ ആ സ്കൂളിലെ പ്രിൻസിപ്പളാ. എനിക്കങ്ങനെ ലീവ് പെട്ടെന്ന് എടുത്തുകൂടാ. എനിക്ക് ആദ്യമേ വിളിച്ച് പറയണം. ചേച്ചി, എൻ്റെ കൂടെ 1 ഡേ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റില്ലേ? ഓക്കെ, നീ ഇതുവരായിട്ടും ഇങ്ങനൊരു ആഗ്രഹം എന്നോട് പറഞ്ഞിട്ടില്ല. ഞാൻ ലീവ് എടുക്കാം. ഓക്കെ, എമ്മ മോള് ബാലവാടി പോയില്ലേ?
അല്ല, നമ്മുടെ സ്റ്റാഫ് കോണ്ടാക്ട് കാണും. എന്നാ ചേച്ചി നമുക്കിന്നൊരു ഗൗട്ടിന് പോവാം. ബേബിനെ ഒന്ന് വിളിക്കണ്ട, നമുക്ക് രണ്ടുപേർക്കും കൂടെ. എമ്മ ബേബി വളർന്നു വരുന്ന കുട്ടിയാ. അവൾക്ക് ഇപ്പം തന്നെ എഡ്യൂക്കേഷൻ്റെ ആദ്യത്തെ തുമ്പുകൾ അറിയണം. ആദ്യത്തെ ആൽഫബറ്റുകൾക്ക് എന്തെങ്കിലും മാറ്റം വന്നു കഴിഞ്ഞാൽ അത് ഭാവിയിൽ നന്നായി ബാധിക്കും. ആൽഫബറ്റൊക്കെ നന്നായി പഠിക്കണം. അതുകൊണ്ട് തന്നെ അവൾ ലീവാക്കുന്നത് ശരിയല്ല. ചേച്ചിക്ക് അറിയില്ലേ, ഐ വോണ്ട് എവറിത്തിങ് അക്യുറേറ്റ്. ഓക്കെ, നമുക്കൊരു ഗൗട്ടിന് വേണമെങ്കിൽ പോവാം. നിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ എനിക്കും ആഗ്രഹമുണ്ട്. കുറേ കാലമായില്ലേ, ഒരു 5-6 ഇയറായി എൻ്റെ മായമോള് മാറിയിട്ട്. അതിനുശേഷം ആദ്യമായിട്ട് നീ എന്നോട് ഇങ്ങനെ ഒരു ആഗ്രഹം പറയുന്നേ. ഐ എം സോ സർപ്രൈസ്ഡ്. ഓക്കെ കം, നീ റെഡി ആവ്, ഞാൻ ഇതിനും മതി. ഓക്കെ ചേച്ചി. ആക്ച്വലി ഞാൻ കാരണം ചേച്ചിക്ക് ബുദ്ധിമുട്ടായി എന്ന് വിചാരിക്കുന്നു ഞാൻ. ഏയ്, എനിക്കെങ്ങനെ ബുദ്ധിമുട്ടാവുന്നേ? നീ ആദ്യമായിട്ട് ഒരു ആഗ്രഹം പറഞ്ഞല്ലേ, ഇനി നടത്തി തരണ്ടേ മോളെ? ഐ തിങ്ക് ഇമലി ഇത് അറിയണ്ട, അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിഷമാവും. ഓക്കെ. ഓ മൈ ഗോഡ്, ഇത് ഇത്രയ്ക്കും ഈസി ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്തായാലും ഇനി കാര്യങ്ങളൊന്നും ചേച്ചി അറിയില്ല. ഓ താങ്ക് ഗോഡ്. എന്തായെന്നാവോ ആ പാറുവിന്റെ അവസ്ഥ. ഇപ്പൊ ചോറൊക്കെ ഭേദമുണ്ടോ? ഇപ്പൊ കുഴപ്പമില്ല. ചൊറിഞ്ഞു പൊന്നിയായിരുന്നല്ലോ, ഒക്കെ മാറിയോ? 2 ദിവസം കഴിഞ്ഞല്ലേ, ഇനിയിപ്പോ ചോറൊക്കെ നിക്കോ? അതൊക്കെ പോയി കാണും. നാളെ ഞാൻ സ്കൂളിൽ പോകാൻ പോവാ കേട്ടോ. നാളെ തന്നെ പോണോ? നീ ചോറ് ശരിക്കും ഭേദമായിക്കോട്ടെ. വേണ്ട, എനിക്ക് നാളെ തന്നെ പോണം. നിങ്ങളോട് ഞാൻ ഇങ്ങനെ കിടക്കത്തുള്ളൂ. നാളെ ഞാൻ പോവാൻ പോവാ. നിന്റെ ഇഷ്ടം പോലെ. മായ മാഡത്തിന് എന്താ നമ്മുടെ സ്കൂൾ കാര്യം? ഏത് മായ മാഡം? അന്ന് ബേക്കറിയിൽ ഒന്ന് പ്രശ്നം ഉണ്ടാക്കിയില്ലേ എന്റെ ബർത്ത്ഡേ അന്ന്? എനിക്ക് ഡ്രസ് ഗിഫ്റ്റ് ചെയ്തില്ലേ അവരെന്നെ? അവരോ? എനിക്കറിയില്ലല്ലോ അവർക്ക് നമ്മുടെ സ്കൂളിൽ കാര്യം. ഇമ്മലിനെ അറിയത്തില്ലേ? ഞാൻ പറയാറുണ്ട്. ഇമ്മലി അവളുടെ അമ്മ നമ്മുടെ സ്കൂളിലെ പ്രിൻസിപ്പളാ. അതെ, പ്രിൻസിപ്പൽ മാഡത്തിന്റെ മോളല്ലേ? പ്രിൻസിപ്പൽ മാഡത്തിന്റെ അനിയത്തിയാണ് മായ മാഡം. ഓ അങ്ങനെയാണോ? അതെങ്ങനെ നിനക്കറിയാം? നിനക്കറിയോ നമ്മുടെ സ്കൂളിന്റെ ഇൻവെസ്റ്റർ ആരെന്നറിയോ? മായ മാഡം. ബോർഡ് ഡയറക്ടർ ആരറിയോ? മായ മാഡം. അങ്ങനെ വെച്ചാ എന്താ? അങ്ങനെ വെച്ചാ എന്താ? സ്കൂളിൽ ആരാ? മനസ്സിലായില്ലേ ചേച്ചി? അതെ, നമ്മുടെ സ്കൂളിൽ നടക്കുന്ന ഓരോ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഈ പ്രിൻസിപ്പൽ മാഡത്തിന്റെ അനിയത്തിയാന്ന് പറഞ്ഞേക്കാം. കാരണം നമ്മുടെ സ്കൂളിലേക്കുള്ള പൈസ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന അവരാണ്. നമ്മുടെ സ്കൂൾ തുടങ്ങാനും പൈസ ഇൻവെസ്റ്റ് ചെയ്ത് അവരുടെ ബിസിനസിന്റെ ഭാഗമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തതാ. പിന്നെ നമ്മുടെ യൂണിഫോമും കാര്യങ്ങളൊക്കെ അവരെ നോക്കുന്നത്, പൈസ ഹാൻഡിൽ ചെയ്യുന്നൊക്കെ അവരാണ്. ബട്ട് എന്തൊക്കെയാണെങ്കിലും ഇതുവരെ പ്രിൻസിപ്പൽ മാഡത്തിന്റെ അനിയത്തി നമ്മുടെ സ്കൂളിൽ മെയിൻ ആയിട്ട് വന്നിട്ടില്ല, വിസിറ്റ് ചെയ്തിട്ടില്ല എന്നാണ് കേട്ടത്. ആരും അറിയാതെ സീക്രട്ട് ആയിട്ടാണ് വരാറെന്നാണ് കേട്ടത്. അതായത് ആൾക്ക് പബ്ലിസിറ്റി ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞു കേട്ടു. അത് ഈ മായാമേടാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ നീ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാവുന്നേ. ചേച്ചി എല്ലാവർക്കും ഇങ്ങനെ ഭയങ്കര ഫേമസ് ആവാനും പിന്നെ അതുപോലെ പബ്ലിസിറ്റിയും പിന്നെ നല്ല എല്ലാവരും അറിയുന്ന ഒരാളാവാനൊക്കെ വല്ല ആഗ്രഹം ഉണ്ടാവില്ലേ? പിന്നെ നീ മായാമേടത്തിനൊന്നുമില്ലാത്തെ? ഈ പ്രിൻസിപ്പൽ മാഡത്തിന് എന്നിട്ട് വലിയ ആളെന്ന് കേട്ടിട്ടുണ്ട്. ഈ പ്രിൻസിപ്പൽ മാഡത്തിന് അനിയത്തി അറിയാതെ നമ്മുടെ സ്കൂളിൽ ഒരു തീരുമാനങ്ങൾ നടക്കില്ല എന്നൊക്കെ കേൾക്കാം. ഓ അങ്ങനെയാണോ? അവരെ പ്രത്യേക ടൈപ്പല്ലോ. ആ മേഡാണ് പ്രിൻസിപ്പൽ മാഡത്തിന് അനിയത്തി എനിക്ക് അറിയില്ലായിരുന്നു. ഇപ്പൊ മനസ്സിലായി. എന്നാ കേട്ടോ, അവർ തന്നെയാ അത്. എനിക്ക് ഇങ്ങനെ ചൊറി വന്ന് 2 ദിവസം കിടക്കാൻ കാരണം അവരാ. അവർക്കിട്ട് ഞാൻ പണി കൊടുക്കും. ആർക്കിട്ട് പണി കൊടുക്കുന്ന പൊന്നുമോൾ പറയുന്നേ? വേറെ ആൾക്കാ, ആ മായമാരത്തിന്. അവരല്ലേ എന്നെ ചൊറിയിപ്പിച്ചത്. ഓ ആ ഡ്രസ് ഇരിക്കാൻ നിന്നോട് ആരാ പറഞ്ഞേ? വേറെ എന്തെങ്കിലും അലർജി ആണെങ്കിലോ? വേറെ എന്ത് അലർജിയാ? ചെറുപ്പം തൊട്ടേ വൃത്തിയില്ലാത്ത ഡ്രസ്സൊക്കെ ഇട്ടാ നല്ല അലർജി വരാറുണ്ട്. എനിക്ക് തോന്നുന്നത് ഇത് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുന്ന. ഇതിലമ്മേ, ഇത് വൃത്തിയില്ലാത്ത ഡ്രസ്സൊന്നും അല്ലല്ലോ. പാറക്കുട്ടി പതിവില്ലാതെ കുളിച്ചൊരുങ്ങി സ്കൂളിൽ പോയതാ, എന്നിട്ട് ഇതൊക്കെ ഉണ്ടായത്. മോളെ കാര്യം അറിയാതെ നമ്മൾ ആരെയും കുറ്റപ്പെടുത്താൻ പാടില്ല കേട്ടോ. ഇത് ഇവിടെ വെച്ച് മറന്നോണം. ഇതിനെ തുടർന്ന് ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാലുണ്ടല്ലോ പാറു, എന്റെ വിധം മാറും. എന്നോട് ഞാൻ പറഞ്ഞു പാറു, ഒരു പ്രശ്നത്തിൽ പോവരുതെന്ന്. ഇത് അവരല്ലെങ്കിലോ നീ ചെയ്യാൻ പോകുന്നൊക്കെ വെറുതെ ആവില്ലേ? നീ ഒരു പ്രശ്നത്തിന് പോവില്ല ഇവിടുന്ന്. ഇനി അഥവാ പോയ ഈ വീട്ടിലേക്ക് വരണ്ട നീ കേട്ടോ. എന്നെ കൊണ്ട് വടി ഇടിപ്പിക്കണ്ട നീ. ഒന്നുമില്ല, എന്തൊക്കെയായിരുന്നു? എന്തായാലും പൊന്നുമോൾ ഇതങ്ങ് മറന്നേക്ക്. അല്ലാതെ എന്ത് ചെയ്യാനാ? ഇങ്ങനെ ഒരു അമ്മയായി പോയില്ലേ എന്റെ അമ്മ. എന്നാലും നീ കിടക്ക്, എനിക്ക് കിടക്കണം, ഉറങ്ങണം. ഞാൻ രാവിലെ സ്കൂളിൽ പോകാനുള്ളതാ. എനിക്കും കിടക്കണം. 2 ദിവസം ചോറി പിടിച്ച് പാവല്ലേന്ന് വിചാരിച്ച് തലക്ക് കിടത്തപ്പോ ഇനി നീ എന്റെ തലയ്ക്ക് വരുന്നോ? പറ്റില്ല, ഞാൻ തന്നെ തലക്ക് കിടക്കും. പറ്റില്ല, നീ എന്നെ തലക്ക് ചിരിച്ചില്ലേ? അതുകൊണ്ട് നിനക്ക് എന്നെ തലക്ക് കിടക്കാൻ പറ്റില്ല. പാറക്കുട്ടി നീ തരത്തില്ല എന്ന് ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. അമ്മേ അമ്മേ, ഈ പാറക്കുട്ടി പാറു എന്റെ കയ്യിൽ നിന്ന് മേടിക്കും. മര്യാദയ്ക്ക് അവിടെ മിണ്ടാതെ കിടന്നോളൂ നിക്കോ കേട്ടോ. അമ്മയെ കൊണ്ട് അങ്ങോട്ട് കിടക്ക. അങ്ങനെ വഴിക്ക് വാ. ഹലോ ഫ്രണ്ട്സ്, ഞാൻ വേറൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാട്ടോ. എപ്പിസോഡ് കാണുന്നതിന്റെ ഇടയിൽ കൂടി ഞങ്ങളെ ബുദ്ധിമുട്ടിച്ചോ? ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ബാക്കി കാണാട്ടോ. അപ്പൊ ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടിട്ട് വന്നതാണ്. നമ്മളെ കഥയ്ക്ക് നമ്മളെ പുതിയൊരു കൂട്ടുകാരനെയും കൂടി കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ഓൻക്കൊരു പേരിടണം, ഓൻക്കല്ലെങ്കിൽ ഓൾക്കൊരു പേരിടണം. അപ്പൊ അതിനായിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടി അറിയോ? നിങ്ങളിതിൽ ആരുടെയും ഒരാളെ പേരായിരിക്കും നമ്മൾ അതിനിടാൻ പോണത്. അതിനായിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടി അറിയോ? നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കമന്റ് ബോക്സിൽ നിങ്ങളെ പേര് കമന്റ് ഇടുക. ഓക്കെ, നമ്മൾ സബ്സ്ക്രൈബേഴ്സിന്റെ പേര് മാത്രമേ നമ്മൾ എടുക്കുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ആ ബെൽ ബട്ടനും കൂടി ഒന്ന് അടിച്ചു പൊട്ടിച്ചോ കേട്ടോ. അപ്പോൾ ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ചെയ്താലേ ഇതിൽ ഒരാളെ പേരിട്ട് നമ്മൾ ഒരാൾ കഥാപാത്രത്തിനെ ഉണ്ടാക്കും കേട്ടോ. പിന്നെ
ബാക്കിയുള്ളവരൊന്നും വിഷമിക്കണ്ട. നിങ്ങളെ പേരിലൊക്കെ നമ്മൾ ഹായ് തരട്ടെ വീഡിയോയില്. നാളെ തൊട്ട് ലീവ് എടുത്തോട്ടെ ഒരാഴ്ചത്തേക്ക്. എന്തിനു വേണ്ടിട്ടാ? ഓ മമ്മി, ഐ ആം ടയേർഡ്. എത്ര ദിവസമാണെന്ന് വെച്ചാൽ സ്കൂളിലേക്ക് ഇങ്ങനെ വരിക. എനിക്ക് നല്ല അടിയുടെ കുറവാ മോളെ. സ്കൂളിലൊക്കെ വരട്ടെ, ഈ കാലത്തേക്ക് ഉണ്ടാകത്തുള്ളൂ. പിന്നെയുണ്ടല്ലോ നമുക്ക് മിസ്സാവുന്ന ക്ലാസ്സൊന്നും തിരിച്ചു കിട്ടിയെന്ന് വരില്ല. ഈ കാലം എന്ന് പറയുന്നത് അത്രയ്ക്ക് ശ്രേഷ്ഠമാ മോളെ. എനിക്കറിയോ, മമ്മ പഠിച്ചത് ഇതുപോലുള്ള വലിയ ബിൽഡിംഗ് ഉള്ള സ്കൂളിലൊന്നുമല്ല. അമ്മ പഠിച്ചത് വേറൊരു ഓടുള്ള വെറും 4 ചുമരുകൾ മാത്രമുള്ള ഒരു ചെറിയ ക്ലാസ് റൂമിലാ. എന്തോ ഒരു സന്തോഷമായിരുന്നു നേരെ വന്നൊക്കെ. ഇതൊക്കെ ഇപ്പോഴാണ് മനസ്സിലാവുന്നേ. അന്ന് എനിക്ക് അതൊന്നും മനസ്സിലായിട്ടില്ലായിരുന്നു. എന്റെ മമ്മി, യു ആർ നോട്ട് മൈ വൈബ്. ആന്റി എന്റെ വൈബിന് പറ്റിയത്. മൈ ആന്റി. മമ്മി ഭയങ്കര ഫിലോസഫി സെന്റിയാണ്. ഓ, ഒരു കൈൻഡ് ഗേൾ വന്നിരിക്കുന്നു. മമ്മി എന്താ ഇങ്ങനെ കൈൻഡ് ആയി പോയത്? നിന്റെ ആന്റി എങ്ങനെയായത്? ചില കാരണങ്ങൾ കൊണ്ടാ. നീ എന്തുകൊണ്ടാ ആന്റി അനുകരിക്കുന്നേ? അതിന്റെ ആവശ്യം നിനക്കില്ല. നിനക്കെന്താ നല്ലതുപോലെ എല്ലാവരോടും പെരുമാറിയ? അങ്ങനെ എന്ത് കാരണം ആന്റിക്കുള്ളത്? അത് മാത്രം അമ്മ പറഞ്ഞില്ലല്ലോ. അതൊന്നും നീ അറിയാനായിട്ടില്ല കേട്ടോ. ഒരു 5 മിനിറ്റ് പോയിട്ട് 10 മിനിറ്റ് ഇന്റർവെല്ലോ. വേറെ എന്താ ഇവിടെ? നേരത്തെ വന്നതിലൊക്കെ കളിക്കാം. ഹലോ ഹലോ, എന്താ നിങ്ങൾക്കിവിടെ പണി? ആരായാലും എന്താ നിങ്ങൾക്ക് എന്താ ഇവിടെ പണിയെന്ന് ചോദിച്ചേ? നിനക്ക് കണ്ടിട്ട് മനസ്സിലായില്ലേ ഇംലി? ആക്ച്വലി നിങ്ങളോടൊന്ന് മിസ് പറഞ്ഞേക്കുന്നേ, ആദ്യത്തെ ബെല്ലടിക്കുമ്പോ തന്നെ ക്ലാസ് കയറണമെന്നാ. ഫസ്റ്റ് ബെല്ല് അടിച്ചു കഴിഞ്ഞു, ക്ലാസ് കയറിക്കും എല്ലാരും. അതെന്താ പരിപാടിയാ? എല്ലാരോടും കയറാൻ പറഞ്ഞത് ആര് പറഞ്ഞു? ഇല്ല, ഇത്രയും കാലം അങ്ങനെ ആയിരുന്നല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. എന്നാ എല്ലാരും കേട്ടോ, ഫസ്റ്റ് ബെല്ല് കഴിഞ്ഞ് മുതൽ ക്ലാസ് കയറണം. അതാണ് ഈ എന്റെ ഓർഡർ. ഓർഡറോ? അതെന്താ പരിപാടിയാ? അതന്നെ, ഇങ്ങനെ ഓർഡർ വെക്കുണ്ടോ? ആക്ച്വലി ഞാൻ ഉദ്ദേശിച്ചത് ഇനി മുതൽ അങ്ങനെ ആയിട്ടാണ് എന്റെ മമ്മിയുടെ തീരുമാനം തോന്നുന്നു. മമ്മി അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല, മോക്ക് തോന്നിയതാവും. പിന്നെ ആ മായ മാഡത്തിന് സുഖല്ലേ? How dare you tell her name to me? മായ എന്നുള്ള പേര് ഉച്ചരിക്കാൻ പോലുള്ള ഒരു അവകാശം നിനക്കില്ല. പിന്നെ ഒരു മായ എന്ന് പറയാൻ വേണ്ടിട്ട് ഇത്രയും വലിയ അവകാശമൊക്കെ വേണം? മായ മാഡം, നോ പ്രോബ്ലം, ഇവിടെ ഒന്നും ഉണ്ടായില്ല. ഓക്കെ, നിങ്ങൾ എന്താന്ന് വെച്ചാൽ വിളിച്ചോ, ബട്ട് ഡോണ്ട് assume in front of everyone. എല്ലാവരും ക്ലാസ്സിൽ വാ. എല്ലാവരും ക്ലാസ്സിൽ പോയി ഇരിക്കും. നിങ്ങൾക്ക് ഞാനൊരു മുട്ട പണി അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഫ്രണ്ട്സ്, പാട്ട് പറഞ്ഞ കാര്യം മറക്കരുതേ. നിങ്ങൾ എല്ലാവരും പേര് ചെയ്ത് കമന്റ് ചെയ്യണേ, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളിൽ ഒരാളെ കമന്റ് വെച്ചിട്ട് നമ്മള് ഒരു ക്യാരക്ടറും കൂടി ഉണ്ടാക്കും. അതായത് നമുക്കൊരു കൂട്ടുകാരനെയും കൂടി ഉണ്ടാക്കും, നിങ്ങൾ ആരെങ്കിലും ഒരാളെ പേര് വെച്ചിട്ട്. അപ്പൊ എല്ലാവരും പേര് കമന്റ് ഇട്ടോളെ, സബ്സ്ക്രൈബ് ചെയ്തോളെ. പേര് വിളിക്കാത്തവരൊന്നും വിസ്മിക്കാട്ടോ.